ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിവരുത്തി. അതിനുള്ള സാഹചര്യം നമുക്ക് നൽകി. ഇന്നൊരു ദിവസം നമ്മുടെ ആയുസ്സോട് കൂട്ടിത്തന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ തൻ്റെ ജ്ഞാനത്തിനും തൻ്റെ ശക്തിക്കും കൂട്ടി നമുക്ക് ഒത്തവണ്ണം നമ്മൾക്ക് നടത്തി തന്നു. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി. അവയെ സ്തോത്രം. ഇന്ന് സന്ധ്യാവുന്ന സമയത്ത് അവൻ്റെ പാദപ്പെടുത്തിലിരുന്ന് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥകളെ അറിയുന്ന, നമ്മെക്കുറിച്ചുള്ള തൻ്റെ പൂർണ്ണമായ പദ്ധതികൾ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ അറിയുന്ന തക്ക സമയത്ത് തൻ്റെ സ്നേഹത്തെ നമ്മൾ വെളിപ്പെടുത്തിയ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുന്ന വാക്തത്വ പ്രകാരം അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേ സ്തോത്രം. തൻ്റെ ശരീരമാകുന്ന സഭയിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണ് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 7 നക്ഷത്രങ്ങളെ വലം കയറ്റി പിടിച്ച് എന്ന് പറഞ്ഞാൽ 7 കാലഘട്ടങ്ങളിൽ സഭയുടെ മുന്നോട്ടുള്ള പോക്കിൽ 7 കാലഘട്ടങ്ങളിലും തൻ്റെ ശുശ്രൂഷന്മാരെ തൻ്റെ കൈകളിൽ വഹിക്കുന്നവൻ. അതാണ് 7 നക്ഷത്രങ്ങളെ വലയം കൈക്ക് പിടിച്ച് 7 നിലവുകൾ കൂടെ നടുവിൽ ഉലാവുന്നവൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം. 7 കാലഘട്ടത്തെ സഭകളിലും തൻ്റെ ശരീരമാണ് സഭയുടെ നടുവിൽ വെളിപ്പെടുന്നവൻ. അവനെക്കുറിച്ചുള്ള ആ സഭയോട് ചേർന്നിട്ടുള്ള തൻ്റെ ശരീരമാണ് സഭയോട് ചേർന്നിട്ടുള്ള വിഷനാണ് അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്നത്. നിലയങ്കി ധരിച്ചവനായി എന്ന് പറഞ്ഞാൽ തല തുടങ്ങി പാദം വരേക്കും പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം, തലക്കെട്ട്, അരക്കെട്ട് ഇതെല്ലാം ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ന്യായം വിധിപ്പൻ അധികാരമുള്ളവനായി, ഉലവിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തീച്ചൂളി കൂടെ കടന്നുപോയിട്ട് ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ചു കളയുവാത്തക്കോണം തേജസ്വീകരിക്കപ്പെട്ടവനായി, അഗ്നിജ്വാലയ്ക്കെത്തുന്ന കണ്ണുള്ളവനായി എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം വന്ന സഭയ്ക്കാകട്ടെ മൊതുവയാകട്ടെ എവിടെയും സർവവ്യാപിയായവൻ. തൻ്റെ അഗ്നിജ്വാലയ്ക്കെത്തുന്ന കണ്ണുകളെന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മമായ രഹസ്യമായ കാര്യങ്ങൾ പോലും അറിയുന്നവൻ, നമുക്ക് വരാനുള്ള അനർത്ഥങ്ങളോ വരുന്നതായ അനർത്ഥങ്ങളോ ആപത്തുകളോ അറിയുന്നവൻ, ഏതു വിധത്തിലും നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ ഇരച്ചിൽ ശബ്ദമുള്ളവൻ, സൂര്യശക്തിയോട് പ്രകാശിക്കുന്ന പോലെ മുഖമുള്ളവൻ, അവനാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തു ചെയ്യുവാൻ അധികാരം. അതാണ് സകല അധികാരം എന്ന് പറഞ്ഞത്. തൻ്റെ അറ്റോൺമെൻറ്റിന് മുമ്പ് ആ ഒരു അധികാരം അവനില്ലായിരുന്നു. മനുഷ്യന് നൽകപ്പെട്ടിരുന്ന അധികാരം മനുഷ്യൻ സീറ്റാന് കൊണ്ടുകൊടുത്തു. എന്നാൽ അറ്റോൺമെൻറ്റിൽ കൂടെ അവൻ ഇതെല്ലാം പിടിച്ചെടുത്ത് തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിക്കൊണ്ട് പറയാണ്, സ്തോത്രം, ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. ആ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നാം വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ടൊരു ഇമാജിനേഷനിലല്ല, വി ക്യാൻ എക്സ്പീരിയൻസ് ഹിം. നമുക്ക് പേഴ്സണലി നമ്മുടെ സോളിൽ നാം അവനുമായി സമർപ്പണത്തിലായിരിക്കുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങളോ മുൻവിധികളോ എല്ലാം മാറ്റി വച്ചിട്ട് ലോർഡ് സ്പീക്ക് ടു മീ, ലോർഡ് എന്നിൽ പ്രവർത്തിച്ചാട്ടെ, എന്നുള്ള കുറവുകളാണെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തിയാട്ടെ, എനിക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളായിക്കോട്ടെ കർത്താവ് നീ എന്നെ വാൺ ചെയ്തോട്ടെ, എന്നിൽ കർത്താവ് കുറവുകളുണ്ടെങ്കിൽ അതെന്നെ ശാസിക്കണമെങ്കിൽ ശാസിച്ചോ, അല്ലെങ്കിൽ എങ്ങനെയും കർത്താവെ നാശത്തിനുള്ള വഴിയിൽ എന്നിലുണ്ടെങ്കിൽ അതിൽ തന്നെ വിടിവെച്ച് ശാശ്വത മാർഗത്തിലേക്ക് എന്നെ വലം കൈപ്പിടിച്ച് നടത്തണമെന്നുള്ളൊരു സമർപ്പണം ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോളിനെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിനകത്ത് ഒരിക്കലും മാറ്റമില്ല. തൻ്റെ അടുക്കൽ വരുന്നവനെ ഏവരെയും ഒരു നാൾ തള്ളിക്കളയാതെ അവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പോൾ അവൻ്റെ ഡ്യൂട്ടിയാണ് നമ്മളെ തള്ളിക്കളയെ നശിപ്പിക്കുകയല്ല, തന്നെ പോലെ വിശുദ്ധരാക്കി സ്തോത്രം തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ പോലെ വിശുദ്ധരാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള കുറവുകൾ വെളിപ്പെടുത്തുമ്പോഴോ നമ്മൾ ശങ്കിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബലഹീനതകളിൽ ഡിസേർട്ടിൽ പോലെ ആകുമ്പോഴും ബലഹീനപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ മധ്യത്തിൽ നമ്മെ സഹായകനായിട്ടുണ്ട്.
നമ്മളെ ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ. എന്നാൽ നമ്മുടെ വഴിയിൽ ആപത്തുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മെ കൂടാതെയല്ല, പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മെ കൂടാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അത് വല്ലാത്ത തെറ്റായ ഒരു ടീച്ചിങ് ആണ്. ആസ് ലോങ് ആസ് വി ആർ മോറൽ ഏജന്റ്സ്, നമ്മൾ സ്വതന്ത്ര മനസ്സിന്റെ ഒരു ഉടമയായിരിക്കുന്നിടത്തോളം നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. നമ്മെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രോങ് ആയിരിക്കുന്ന ഇൻഫ്ലുവൻസ് തന്ന് അത് ചെയ്യുവാനുള്ള കൃപയും തന്ന് നമ്മുടെ ഫ്രീ വില്ലിൽ ചെയ്യണോ തീരുമാനിക്കുന്ന നമ്മളാണ്. എന്നാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ നടക്കുകയുള്ളൂ. ഇതിലാണ് നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്നത്. നമുക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ ബലഹീനത, നമ്മുടെ ആ പ്രതികൂല സാഹചര്യം അത്ര സ്ട്രോങ് ആയിരിക്കുമ്പോൾ നമുക്ക് അവരെ വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ പറ്റുന്നില്ല. എങ്കിലും നമുക്ക് താങ്ങാൻ കഴിയാതിനേക്കാൾ അധികമായ പരീക്ഷ നമുക്ക് ഏൽക്കാതെ ആ പരീക്ഷയോടുകൂടെ പോക്കുവഴികൾ, നീക്കുപോക്കുകൾ, എക്സ്കേപ്പ് റൂട്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രോമിസ്ഡ് ആണത്. അത് ഏതൊരു പ്രതികൂലത്തിലും നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പേഴ്സണലായിട്ട് രുചിച്ചറിഞ്ഞവരല്ല, എക്സ്പീരിയൻസ് ചെയ്തവരല്ല. വചനത്തുകൂടെ നമുക്ക് മനസ്സിലായി അവൻ ഇന്ന സവിശേഷത ഉള്ളവനാണ്, നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് ചെയ്തതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ആകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് വിശ്വാസമായി പരിണമിക്കായക കൊണ്ടാണ് നമുക്ക് അവനെ ആശ്രയിക്കാൻ ഭയം തോന്നുന്നത്. നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ മിഥ്യാധാരണയിൽ വിഗ്രഹങ്ങളെയും മറ്റു കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ആ വിഗ്രഹത്തിനൊരു കണ്ണില്ല, ചെവിയില്ല, കാതില്ല, മൂക്കില്ല, കാല്, കൈയില്ല, അതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും തന്നെ വിഗ്രഹങ്ങൾ നമുക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല. കാണാൻ കണ്ണില്ല, കേൾക്കാൻ ചെവിയില്ല, പ്രവർത്തിക്കാൻ കരങ്ങളില്ല. പക്ഷെ നമ്മുടെ കർത്താവ്, സഭയിൽ വെളിപ്പെടുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അഗ്നിജ്വാലയ്ക്കെത്താണ് കണ്ണുള്ളത്. നമുക്കെതിരായി വരുന്ന ശത്രുക്കളെ ന്യായവിധിപ്പതക്കൾ, ന്യായവിധിയുടെ പതക്കമുള്ളവനാണ്. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി നമുക്കെതിരെ വരുന്ന ശത്രുവിനെ അവരെ ചുട്ടുപഴിപ്പിച്ച കാലുകൊണ്ട് കെടുത്തിക്കളയുന്ന ശക്തിയുള്ളവനാണ്. നാമും അവനോടും കൂടെ കഷ്ടം സഹിച്ചുകൊണ്ട് നാമും അവനെ പോലെ ആയി തീരണം. ഇവിടെയാണ് വിശ്വാസിക്ക് അല്പമായിട്ടുള്ള പതർച്ചകൾ വരുന്നത്. അതെങ്ങനെ നടക്കും? ബൈബിളിൽ അത് പ്രോമിസാണ്. അതാണ് പോള് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് എൻ്റെ പാരമ്പര്യമായ സകല കാര്യങ്ങളും ഞാൻ ചപ്പും ചവറും പോലെ എണ്ണുക. അതൊക്കെ നോക്കി ക്രിസ്തുവിനെ നേടുന്ന കാര്യത്തിൽ എൻ്റെതായ കഴിവുകളൊന്നുമല്ല. ഹീസ് പെർഫെക്റ്റ്. അവനിൽ സർവസമ്പൂർണതയുമുണ്ട്. ആ സർവസമ്പൂർണതയും എന്ന് പറഞ്ഞാൽ there is nothing lack. എവിടെയെങ്കിലും ബൈബിളിൽ ടോട്ടൽ അല്ലെങ്കിൽ സകലതും സർവ്വതും എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഇൻ ദ ടോട്ടാലിറ്റി, അതിൻ്റെ സമ്പൂർണത അവനുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ഹ്യൂമാനിറ്റി. കർത്താവിന് അതറിയാം. ഏതും തോട്ടം തുടങ്ങിയ നമ്മുടെ സ്വഭാവം അതാണ്, നമ്മുടെ വീക്ക്നെസ് അതാണ്. പോളിനോട് പോലും പറയുന്നത്, എൻ്റെ ബലഹീനത കവിഞ്ഞു വരുന്ന, നിന്റെ ബലഹീനത കവിഞ്ഞു വരുന്ന എൻ്റെ കൃപ നിനക്ക് മതി. നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. ഇന്നലെ ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തെ നിയോഗിക്കപ്പെട്ട ഐക്യവനാണ് യോഹന്നാൻ. അവന് കൊടുത്തിരുന്ന അടയാളം പോലെ തന്നെ സ്നാനപ്പെട്ട് കയറുന്ന സമയത്ത് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, അവനായിരിക്കും മശീഹ, അവനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുവാൻ. ആ യോഹന്നാൻ പോലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, അങ്ങ് ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണം. ഇതേപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചവർ തന്നെ, എക്സ്പീരിയൻസ് ലഭിച്ചവർ തന്നെ, പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി അതിൻ്റെ എക്സ്പീരിയൻസ് ലഭിച്ചവർ തന്നെ, പാപത്തിൻ്റെ ചങ്ങലയുടെ ആ ബന്ധനം അഴിഞ്ഞവർ തന്നെ, തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ഇപ്പോഴും ജീവിതത്തിൻ്റെ ഡിഫറൻസ് അനുഭവിച്ചറിയുന്നവർ തന്നെ ചില ട്രയലിൽ കൂടെ കടന്നു പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് മറന്നു പോയിട്ട് ചോദിക്കും, നീ തന്നെയാണ് ക്രിസ്തു. പോളിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെയും നമ്മുടെ ആത്മീക ജീവിതത്തിൽ വരുമെന്ന് അനുഭവജ്ഞാനത്തിൽ കൂടെ മനസ്സിലാക്കി തന്നിട്ടാണ് ചില സമയങ്ങളിൽ ഞാൻ ശക്തമായിട്ട് വാണിംഗ് തരുന്നതും ചില സമയങ്ങളിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതും
ചില സമയങ്ങൾ ബലത്തോടു കൂടെ നിന്നുകൊണ്ട് അതിശക്തമായിട്ട് ശത്രുവിനോട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയും. അങ്ങനെ നമുക്കൊരു ആത്മാവിനെ ദൈവത്തിൻ്റെ മുമ്പിൽ സദാ പെർഫെക്ഷനിൽ നിർത്താൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ നമുക്ക് ഗ്രേസിൻ്റെ ഒരു വളർച്ചയുണ്ട്. നമുക്കും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വരണം. ഈ സകലത്തിലും എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മൾ ആക്ച്വലി യഥാർത്ഥ പോയിന്റിലേക്ക് വരേണ്ടത്. റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രമേ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. ഇനി ഒത്തിരി കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളൊക്കെ അല്പം എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. സ്തോത്രം. അവനുമായിട്ടുള്ള ഓരോ ബന്ധത്തിലും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തലയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് അവനുള്ള സകല അധികാരവും നമുക്കുണ്ട്. സകലം അവനെ കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ സഭയ്ക്ക് സകലവും കീഴ്പ്പെട്ട് വരണം. എന്നാൽ ഇപ്പോൾ അത് വരുന്നില്ല. കാരണം എന്താ? ഇടയ്ക്ക് വെച്ച് സഭയ്ക്കകത്ത് സെൽഫ് കടന്നു വന്നു. അതാണ് എഫേസ്യ സഭയോട് പറയുന്നത്, നീ ഏതിൽ വീണിരിക്കുന്ന ഓർത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ പ്രവൃത്തി there was no self at all. സ്നേഹം മാത്രമായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കഷ്ടതയുടെ തീച്ചൂള കടന്ന് സ്മൃത സഭയുടെ കാലഘട്ടം വന്നപ്പോൾ കഷ്ടതയുടെ തീച്ചൂളയായി. പക്ഷെ സഭയുടെ ശക്തി ക്ഷയിക്കാൻ, സഭയുടെ ശക്തി എടുത്തു മാറ്റുവാൻ ശത്രുവിന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശത്രുവിൻ്റെ തന്ത്രം. അവന് മനസ്സിലായി, ഈ ജനത്തെ കൂടുതൽ ഉപദ്രവിക്കും തോറും ഇവർ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെയും കാല് ഉലയി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായതിനാണ്. ഇവരും പതകം സ്തോത്രം ധരിച്ചവരാണ്. ന്യായം വിധിപ്പാൻ അധികാരമുള്ളവരുമാണ്. ഇരുമ്പിന് തുല്യമായ ബലമുള്ള റോമൻ ഭരണകൂടത്തെ കീഴ്മേൽ മറച്ചവരാണ്. അതുകൊണ്ട് ഇവരെ ഉപദ്രവിച്ചിട്ട് വലിയ കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ കൂടെ ഈ അനുഗ്രഹത്തിൻ്റെ ദുഷ്ടത കടന്നു വരുന്നത്. അവൻ്റെ വിശ്വാസികൾക്ക് അവൻ്റെ ആർമിയിൽ ജോലി കൊടുത്തു. ഈ കഷ്ടത അനുഭവിക്കുന്ന അല്പമായിട്ട് മടുപ്പ് തോന്നിയവരെ അവൻ എടുത്തുകൊണ്ട് ഉപയോഗിച്ച് ആർമിയിൽ ജോലി കൊടുത്തു. സൂര്യ നമസ്കാരത്തിന് വേണ്ടി പണിതിരുന്ന കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിതിരുന്നിട്ടുള്ള ആലയങ്ങളെ പ്രാർത്ഥന ആലയങ്ങളായി കൊടുത്തു. അത്തരം കൂട്ടി പറഞ്ഞു, നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി ആരംഭം വന്നത്, AD 326. എന്നാൽ അവനോട് ചേരാതിരുന്ന ആൾക്കാരൊക്കെ വളരെ ക്രൂരമായി നശിപ്പിച്ച് അവിടെ തുടങ്ങി കാത്തലിസിസം കടന്നു വന്ന് ടോട്ടൽ ഡാർക്ക് ഏജിലേക്ക് കടന്നു പോയായിരുന്നു. എങ്കിലും ഫിലിപ്പയുടെ കൈസരി വെച്ച് ഒരു വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 16th century, അതായത് AD 1500 കാലഘട്ടങ്ങളിലൊക്കെയും അനേക ദൈവദാസന്മാരുടെ ജീവനെ കൊടുത്തുകൊണ്ട് മെഴുകുതിരി കത്തിക്കുന്ന പോലെ കത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് അത് കണ്ട് രസിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിന് മുമ്പിൽ അനേകമായിട്ടുള്ള വില കൊടുത്തുകൊണ്ട് തന്നെ തൻ്റെ സഭയെ അവൻ യഥാസ്ഥാനപ്പെടുത്തി അധികാരത്തെ കൊണ്ടുവന്നു. അങ്ങനെയാണ് കാത്തലിസിസത്തിൽ നിന്ന്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ അവളെ വിളിച്ചിരിക്കുന്നത് മിസ്റ്ററി ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. വേശ്യകളുടെ എന്നുള്ള പ്ലൂറലായി എഴുതിയിരിക്കുന്നത്. അവൾക്ക് വേശ്യകളായ അനേക പുത്രിമാരാണ്. അതായത് സത്യദൈവത്തിൽ നിന്ന് മാനവജാതിയെ ഡീവേറ്റ് ചെയ്യുന്നൊക്കെ എവിടെ ആരംഭിച്ചത്? ബാബേ സാമ്രാജ്യത്തിൽ നിന്ന് സെമീറാമീസിനെ ആരംഭിച്ചതാണ്. അതൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് അനേക സഭകൾ, മതങ്ങളിൽ കൂടെ മാനവജാതിയെ അടക്കി ഭരിക്കുന്ന സംവിധാനമാണ് ഈ മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സംഘടനകളും മതങ്ങളും അതിൻ്റെ ചട്ടക്കൂട്ടങ്ങളും എലക്ഷനുകളും സ്ഥാനമാനങ്ങളും കടന്നു വന്നത്. ഇവിടെയൊന്നും ക്രിസ്തു ഇല്ല. അവിടെ ഭരിക്കുന്ന ക്രിസ്തു അല്ല. മാനവജാതിയെ അടക്കി വാഴുവാൻ തക്കവണ്ണം മനുഷ്യന്റെ ബുദ്ധി ഉദ്ഭവിച്ചു വന്നതാണ് ഈ സംഘടന സ്പിരിറ്റ്. അതിന്റെ അടയാളമാണ് ബാബേൽ ടവർ. സ്തോത്രം. അതിൽ നിന്ന് അനേക മതവിഭാഗങ്ങൾ കടന്നു പോയി. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ച് അനേക ദേവദാസന്മാരെടുത്തുകൊണ്ട് ദൈവം വചനത്തെ വീണ്ടും പുറത്തു കൊണ്ടുവന്നു. ലെറ്ററുകളും മത്തുകളും അതുപോലത്തെ ലേഖനങ്ങളും ഒക്കെയും കിട്ടാവുന്ന എല്ലായിടത്തും കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെയും അവിടെയുടെ ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. യശയാപ്രവചനത്തിന്റെ മുഴുവൻ കോപ്പികൾ ഇന്ന് അവൈലബിൾ ആണ്. ഒറിജിനൽ റെഡ് സീ സ്ക്രോൾസ്. അവിടെ നിന്നുമാണ്
ദൈവസഭയുടെ ശക്തി തെളിയിക്കുന്ന വിധത്തിൽ പെന്തിക്കോസ്തിന്റെ ആരംഭം കടന്നു വന്നത്. ഞാനിതെല്ലാം പറയാൻ കാരണം നമ്മൾ ഈ ചരിത്രങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനകത്താണ് ശത്രു വീണ്ടും കടന്നു പോകുന്നത് പ്രോസ്പെരിറ്റി തിയോളജി കൊണ്ടുവന്നത്. നല്ല ഉദ്ദേശത്തോടെ ആത്മശക്തിയോടെ നിന്നവർ അല്പം കഴിഞ്ഞപ്പോൾ സെൽഫിന്റെ ആഗ്രഹങ്ങൾ കടന്നു. ഇതിനുള്ള കാരണം എന്താണെന്നാണ് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സുകളൊക്കെ കുറച്ച് ഷാർപ്പായിരിക്കും, പക്ഷേ നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഇത്തരം വലിയ വലിയ ആൾക്കാർക്ക് സംഭവിച്ചത് AD 376 സംഭവിച്ചത്, ഈവൻ കേരളത്തിൽ തന്നെ പെന്തിക്കോസ്തിന്റെ ശക്തിയോടെയുള്ള ആ ആവിർഭാവം അല്ലെങ്കിൽ റിവൈവല് നടന്നതിന് ശേഷം സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനിലേക്ക് ആയിപ്പോഴേക്കും സംതിങ് ഹാപ്പൻ. ശക്തി ക്ഷയിക്കുവാൻ സംതിങ് ഹാപ്പൻ. ഇതൊന്ന് ചിന്തിക്കുവാനാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. വളരെ ഷോർട്ടായിരിക്കും, ചെറിയ മെസ്സേജ് മതി. ഇന്നലെ അറ്റോൺമെന്റിന്റെ കാര്യം പറഞ്ഞു. മാസങ്ങൾ എടുക്കേണ്ട സബ്ജക്റ്റാണ് ഞാൻ ഇന്നലെ അല്പസമയത്തിൽ പറഞ്ഞത്. ഒരു അറ്റോൺമെന്റ് കൂടാതെ മനുഷ്യന്റെ പാപം ക്ഷമിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. ആ അറ്റോൺമെന്റിനെ കാണിക്കുന്നതാണ് കൃപാസനം, പ്രായശ്ചിത്തം. നിയമപ്പെട്ടകം എപ്പോഴും വിശ്വാസിയായും അവിശ്വാസിയായാലും നിയമത്തിൽ ഒരേ ലാംഗ്വേജ് അറിയുള്ളൂ. പാപം ചെയ്തു ദേഹി മരിക്കണം. അനുസരിക്കുന്നവനെ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. പബ്ലിക് ജസ്റ്റിസും മാറിക്കിട്ടണം. അതിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിൽ നടന്നത്. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ പാപം ക്ഷമിച്ചു കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും യേശു പാപം ചെയ്യാതിരുന്നത് പോലെ അവനെ പാപം ചെയ്യാത്തവരായിട്ടാണ് ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത്. അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഭൂമിയിൽ ആരുള്ളെന്ന്. അതാണ് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത. അതിനാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന വിഷയം തന്നെ ആരംഭിച്ചത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി മാത്രമേ ഏകദേശം 80 ക്ലാസ്സുകളായി നടക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് 1-2 സബ്ജക്റ്റ് ഡീവിയേഷൻ വന്നു. കാരണം ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്ര ഡീവിയേഷൻസ് വരും. പല പ്രമുഖന്മാരെ പോലും പിശാചെടുത്ത് ഉപയോഗിക്കും. ബലഹീനരായ വിശ്വാസികൾക്ക് അങ്ങോട്ടും ആട്ടമുണ്ടാവും. ഈ സമയത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ ശക്തിയോടുകൂടെ തന്നെ ഗർജിക്കും. ആരും നശിപ്പിക്കാനല്ല, ആരും നശിച്ചു പോകാനല്ല. കാരണം അത്രമാത്രം വില കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾ ആ വളർച്ചയിൽ വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വളർത്തിയിട്ടല്ലേ, ആ വളർച്ചയിൽ വരുന്ന സമയത്ത് ആരെങ്കിലും ആരും നശിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? അത്രമാത്രം വില കൊടുത്ത് സ്വർഗീയ ദൂതന്മാരുടെ കാവൽ തന്ന് ഡേ ബൈ ഡേ നമ്മുടെ വളർച്ചയെ കണ്ട് സന്തോഷിക്കുന്ന സ്വർഗം നമ്മളെ ദുഷ്പ്രവൃത്തിക്കാർക്ക് വിട്ടുകൊടുക്കുമോ? പക്ഷേ നമ്മൾ മോറൽ ഏജൻസ് ആയിരിക്കുന്നിടത്ത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ വരുന്ന ഇൻഫ്ലുവൻസിനെ ശ്രദ്ധിക്കാതിരുന്നാൽ പലപ്പോഴും വഴുതിപ്പോകും. അവിടെയാണ് നമുക്ക് ക്രിസ്തു വീണ്ടെടുപ്പുകാരനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ പ്രായശ്ചിത്തത്തിന്റെ കാര്യം പറഞ്ഞു. ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത. ക്രിസ്തുവിൽ പൂർണ്ണമായി വസിച്ചാൽ മാത്രമേ ഡിവൈൻ ഗവൺമെന്റ് നമ്മുടെ മേലുള്ള ശിക്ഷ പാപം ചെയ്യാത്തവരായിട്ട് കണക്കിടുന്നുള്ളൂ. ആ പ്രായശ്ചിത്തം നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കുന്നത്. വൺസ് വിശ്വസിച്ചുകൊണ്ടായില്ല, ഡേ ബൈ ഡേ ആക്ടിവിറ്റി. അതാണ് ഈ പെർസീവറൻസ് ടിൽ ദ എൻഡ് എന്ന് പറയുന്നത്. അവസാനത്തോളം ക്ഷമിച്ചു നിൽക്കുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അമേരിക്കയിൽ സംഭവിച്ചത് 1800-കൾക്ക് മുമ്പേ സംഭവിച്ചത്. തങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങളെ നിർവർത്തിച്ച് കിട്ടുന്നത് ആ സെക്ഷുവാലിറ്റിനെ തിയോളജിയാക്കി കൺവേർട്ട് ചെയ്തു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരും. ഇവിടെയാണ് പ്രോസ്പെരിറ്റി തിയോളജി തിങ്ങി നിന്ന് മനുഷ്യരെ കൊന്നൊടുക്കുന്നത്. സ്തോത്രം. ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത്, വാട്ട് ഈസ് റിപ്പൻറ്റൻസ്, വാട്ട് ഈസ് നോട്ട്. എന്താണ് മാനസാന്തരം, എന്ത് മാനസാന്തരമല്ല. ആദ്യമായിട്ട് ചിന്തിച്ചു നോക്കി ഏതൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ അനുസരണത്തിൽ നിലനിന്നിടത്തോളം വിശുദ്ധൻ എന്ന് പേർ വിളിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ വിശുദ്ധൻ എന്ന പേര് മാറി അശുദ്ധൻ എന്നായി അവനെ തോട്ടത്തിൽ പുറത്താക്കി.
എന്തിനു വേണ്ടി അനുസരണക്കേട് കാണിച്ചതെന്ന് മനസ്സിലാക്കിയാൽ ഇക്കാര്യം വളരെ വ്യക്തമാണ്. സൈത്താൻ വന്ന് പ്രോമിസ് കൊടുക്കുന്നത് മരിക്കയില്ല, നിശ്ചയം തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കും, നന്മത്തന്മകളെ കുറിച്ച് തിരിച്ചറിവുകളായി നിങ്ങൾക്ക് ദൈവത്തെ കൂടാതെ സെൽഫായിട്ട് വാഴാം, ദൈവത്തെ കൂടാതെ വാഴാം. സ്തോത്രം. ഇവിടെയാണ് മനുഷ്യൻ സംഭവിച്ചത്. നിത്യനായ ദൈവത്തെ, തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ, തന്നെ വിശുദ്ധനാക്കി തന്നെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ തനിക്ക് നൽകപ്പെട്ടിരുന്ന ആ ഫ്രീ വില്ലിൽ, അല്ലെങ്കിൽ തനിക്ക് നൽകപ്പെട്ടിരുന്ന ആ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് റിജക്റ്റ് ചെയ്തിട്ട് അവനെ കൂടാതെ സ്വയമായിട്ട് വാഴാം എന്ന കാര്യം, സെൽഫിനെ സ്വീകരിച്ചു. ഇതിന് നേരെ റിവേഴ്സ് ചെയ്തതിന് പേരാണ് റിപ്പൻഡൻസ്. റിനൗൺസ് ദ സെൽഫ് ആൻഡ് റിസീവ് ക്രൈസ്റ്റ് ഇൻ പ്ലേസ്. dethrone the self and enthrone Christ within us. വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഒരു വിശ്വാസം കൊണ്ട് ഒരു കാര്യമല്ല. ആ വിശ്വാസത്താൽ നിന്നിൽ വസിക്കുന്ന സെൽഫിന്റെ ഡിസയർ നിനക്ക് മനസ്സിലാകുമ്പോൾ അതിനെ എന്നേക്കുമായിട്ട് റിനൗൺസ് ചെയ്ത് ത്യജിച്ച് കളഞ്ഞിട്ട് അവിടെ ഉയർത്തെഴുന്നേറ്റ് അവിടെ ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക. Then you will be perfect in that particular relation. ഇങ്ങനെയാണ് നാം പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നത്, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നത്. ഇത് വീണ്ടും ജനം പ്രാപിച്ച ഓരോ വ്യക്തിക്കും അനുഭവം ഉണ്ടാകും. അപ്പോൾ റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ റിനൗൺസ് ദ സെൽഫ് ആൻഡ് എൻത്രോൺ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഇതുവരെയും മാനസാന്തരപ്പെടുന്നവരെയും നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. ഇതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഹിതം, ഏതൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. ഇതിന് തിരിച്ചു വരാൻ നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ല. കാരണം നമ്മുടെ ഡിപ്രൈവ്ഡ് ആയിരിക്കുന്ന നാച്ചുറൽ ആ മനുഷ്യന് നമ്മളിൽ ഫ്ലഷ് ഉള്ളത് കൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയപ്പോൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നതാണ്. എനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്. അവസാനം വന്ന് കൺക്ലൂഡ് ചെയ്യാണ്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരം തന്നെ മറുപടി വയ്ക്കും. എന്നിട്ട് പറയാണ് ക്രിസ്തുവിന്റെ കൃപയെ കുറിച്ചുകൊണ്ട്. 8-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഒരു വിശ്വാസിയിലുണ്ട്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഒരു വിശ്വാസിയിലുണ്ട്. ഇതിലേതിനനുസരിക്കുന്നു അതിനനുസരിച്ചാണ് നാം ജീവനിലാണോ മരണത്തിലാണോ നടക്കുന്നത്, നാം ഇടുക്കം ഞെരുക്കമുള്ള പാതയിലാണോ അല്ലെ വിശാലത പാതയിലാണോ, നാം നിത്യജീവന്റെ പാതയിലാണോ അല്ലെ നിത്യനാശത്തിന്റെ പാതയിലാണോ, നമ്മളിൽ തന്നെയാണ് നടക്കുന്നത്. സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടന്നാൽ നിത്യജീവൻ ക്രിസ്തുവിനോട് കൂടെ വാഴാം. പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടന്നാൽ നിത്യമായ മരണത്തിന്. ഇവിടെ ഇതിനെ ഓവർകം ചെയ്യുവാനാണ് നമുക്ക് ഹോളി സ്പിരിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് റിപ്പൻറ്റൻസ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഏതൻ തോട്ടത്തിൽ നടന്നതിൻ്റെ നേരെ റിവേഴ്സ്, റിനൗൺസ്ഡ് ക്രൈസ്റ്റ്. ആ ഏതൻ തോട്ടത്തിൽ സ്വീകരിച്ചത് ദൈവത്തെ കൂടാതെ വാഴുവാൻ എന്നുള്ള സെൽഫിനെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഒരു വാക്കുകൊണ്ടല്ല, ഒരു പ്രാവശ്യം നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അത് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത്, ഞാൻ കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞ ദീർഘക്ഷമയില്ലായ്മ, സഹിഷ്ണുതയില്ലായ്മ, കോപം, ക്രോധം, ജാരശങ്ക, അതൊന്നും പക്ഷെ കുറച്ചൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു സ്പിരിച്വൽ ബീയിങ് ആയതുകൊണ്ട് ഇതിന് അനേക മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതെല്ലാം പുസ്തകത്തിൽ എഴുതാൻ പറ്റില്ല. ഇനിയും വെളിപ്പെടാത്ത മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകാം. അപ്പൊ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 10-17 കാര്യങ്ങൾ മാത്രം അവോയ്ഡ് ചെയ്താൽ മതിയോ? നോ, നിന്നിൽ ക്രിസ്തു പൂർണ്ണമായിട്ടും വാഴണം. ഇനി വാട്ട് ഈസ് നോട്ട് റിപ്പൻറ്റൻസ്? പലരും ഈ നരകത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷയെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ പാപത്തിന്റെ കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റിപ്പൻറ്റൻസ്. നല്ലൊരു ശതമാനം വിശ്വാസ ഗോളത്തിൽ അതാണ്. പ്രസംഗങ്ങളും മറ്റും കേൾക്കുമ്പോൾ പാപം എന്താണ്, പാപത്തിന്റെ അതിന്റെ ഒറിജിൻ എന്താണ്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്,
എന്താണ് അതിൻ്റെ അധികാരം, എന്താണ് അതിൻ്റെ ശക്തി എന്ന് വെളിപ്പെടുത്തി. ക്രിസ്തു എന്തിനാണ് പ്രായശ്ചിത്തമായി തീർന്നത്, എങ്ങനെയാണ് പ്രായശ്ചിത്തമായി തീർന്നത്, അതുകൊണ്ട് വിശ്വസിക്കുന്നവരിൽ ലഭിക്കുന്ന ആ ബെനിഫിറ്റ് എന്താണ് ശരിയായി മനസ്സിലാക്കി കൊടുത്ത് എനിക്കിനി പാപം വേണ്ട, പാപപ്രവൃത്തി വേണ്ടെന്നല്ല, എന്നിൽ വസിച്ച് എന്നെ നിയന്ത്രിക്കുന്ന പാപം എനിക്ക് വേണ്ട. അത് റീപ്ലേസ് ചെയ്ത് ആര് വരണം? ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ ഉള്ളിൽ റീപ്ലേസ് ചെയ്യണം. ഇത് പറഞ്ഞ് അവരാ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക, പാപത്തെ റിനൗൺസ് ചെയ്യുക. പാപപ്രവൃത്തികളെ മേളിൽ നിന്ന് ചോപ്പ് ചെയ്താൽ പോരാ. നാളെ കുറച്ച് സൗകര്യം കിട്ടുമ്പോൾ, തക്ക ടെംപ്റ്റേഷൻ കിട്ടുമ്പോൾ അത് വീണ്ടും രഹസ്യമായിട്ട് തുടങ്ങും. ഇങ്ങനെയാ അനേക ശ്രേഷ്ഠന്മാർ ഇന്ന് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആയപ്പോൾ ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. ഞാനും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യുന്നു പറഞ്ഞത് ലീഗലിസം പ്രസംഗിക്കുന്നവനല്ല. അതിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദോഷം ചെയ്ത പാപത്തെയാണ് വെറുക്കേണ്ടത്. ദൈവം പാപത്തെയാണ് വെറുക്കുന്നത്, പാപിയെ വെറുക്കുന്നില്ല. ആ പാപത്തെയാണ് വെറുക്കുന്നത്. അപ്പോൾ കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട്, പാപത്തിന്റെ കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് റിപ്പൻഡൻസ് അല്ല. പലതും എസ്പെഷ്യലി ഡാനിയേൽ പ്രവചനമൊക്കെ എടുത്തുകൊണ്ട് പ്രസംഗിച്ച കൺവെൻഷനുകൾ പാപത്തിന്റെ കോൺസിക്വൻസിനെ കൊണ്ട് പ്രസംഗിക്കും. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് കൊണ്ടും ഇനി വരാനുള്ള ന്യായവിധികൾ, അതായത് യാക്കോബിന്റെ കഷ്ടകാലത്തെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ജനത്തിലൊരു ഇമോഷൻ ഡെവലപ്പ് ചെയ്യും. പാപ ശിക്ഷകളിൽ നിന്നൊക്കെ കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയോർത്തി നിലവിളിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് റിപ്പൻഡൻസ്. മനുഷ്യർ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നതിന്റെ റൂട്ട് കോസ് പാപമാണ്. പാപത്തിന്റെ ദാസിയാണ് ഞാൻ, അതാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. ഐ നീഡ് എ റിഡംപ്ഷൻ. ഒരേ ഒരു വഴി. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ റിഡംഷൻ, ആ റിഡീമറായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മളിൽ വെളിപ്പെടുത്തുന്നത്. അല്ലാത്തോടത്ത് ഒന്നും നടക്കുന്നില്ല. ഇന്ന് വിശ്വാസം ഓർത്ത് അനേകർ ഒരു ഫീലിംഗിൽ നടക്കുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു. റോമലേഖനം 10:9 വായിപ്പിച്ച് വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇങ്ങനെ വാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നീയും വിളിച്ചപേക്ഷിച്ചോ ഒരു കാര്യമില്ല. അകത്ത് ചേഞ്ച് നടക്കണം. സിംഹാസനം മാറണം. സെൽഫിന്റെ സിംഹാസനം മാറിയിട്ട് ക്രിസ്തു സിംഹാസനത്തിൽ വരണം. നമ്മുടെ ഫ്രീ വില്ലിന്റെ നിയന്ത്രണം ക്രിസ്തു ഏറ്റെടുക്കണം. നാം അത് വിട്ടുകൊടുക്കണം. ഇതിനാണ് പറഞ്ഞത് ഓണർഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ ശരീരമാകുന്ന പൊടി നമ്മുടേതല്ല. ഇതിനകത്തിരിക്കുന്ന സോള് നമ്മുടേതല്ല. വി ഓൺ നത്തിങ്. ഈ ശരീരത്തിന് പ്രാണാത്മം വിട്ടു കഴിഞ്ഞാൽ അതിനെ നൽകി ഉടയവൻ്റെ അടുത്തേക്ക് പോകും. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരീരം മുമ്പിരുന്നത് പോലെ പൊടിയിലേക്ക് തിരിച്ചു പോരും. വാട്ട് വി ഹാവ് ദെൻ? നത്തിങ്. നത്തിങ്. ഈ പുറമേയുള്ളതിനെ പോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളൊന്നും ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. അവരൊന്നും ക്രിസ്തുവിൻ്റെ അഭിഷക്തരല്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് വാട്ട് ഈസ് റിപ്പൻറ്റൻസ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. വളരെ ക്ലിയറാണ്. ഇത് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാകത്തക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നിൽ ക്രിസ്തുവിനല്ലാത്തവരിൽ ക്രിസ്തുവിനല്ലാത്ത എൻ്റെ സെൽഫിൻ്റെ നേച്ചർ എന്താണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ എൻ്റെ തനി സ്വഭാവം എന്താണ്, ക്രിസ്തുവിലുള്ള ഞാൻ എങ്ങനെയാണെന്ന് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കണം, ശരിക്കും മനസ്സിലാക്കി തരും. അപ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തിൽ അവനോടുക്കാൻ പറ്റുന്നത്. ഇതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഇസ്രായേലിന് മശിഹായെ വെളിപ്പെടുത്തുവാൻ നേരത്തെ പ്രവചനപ്രകാരം തന്നെ വന്ന യോഹന്നാൻ സാധാരണ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് മരുഭൂമിയിൽ വെട്ടികളെയും തേന് നിന്ന് ജീവിച്ചവൻ, മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന് അരുളപ്പാടുണ്ടായിട്ട് വരുവാനോട് വേണ്ടി വഴിയൊരുക്കപ്പെടുന്ന യെശയ്യാവിൽ കൂടെ വിളിച്ചു പറഞ്ഞവൻ, യോർദാൻ നദിക്കര വന്ന് ഗർജിച്ച് പ്രസംഗിച്ചവൻ, തൻ്റെ അടുക്കൽ വന്ന സ്നാനപ്പെടാൻ വന്ന ആ ദൈവപുത്രനെ സ്നാനപ്പെടുത്തുമ്പോൾ നിന്നാ സ്നാനം ഏൽക്കേണ്ടത് എനിക്ക് ഉചിതമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സർവ്വനീതി നിവർത്തിക്കുന്ന ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ വരുന്നോ അവനായിരിക്കും മശിഹ എന്ന് അടയാളം ലഭിച്ച് യോഹന്നാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ വേറൊരു വേണ്ടി കാത്തിരിക്കണമോ?
ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഇതൊക്കെ നേരത്തെ ഇത്ര അനുഭവങ്ങൾ വന്ന് കൃപയാൽ എങ്ങനെയാണ് ജയിക്കുന്നത്? അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ എന്താണ് നടക്കുന്നത്? എങ്ങനെയാണ് നാം ക്രിസ്തുവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് സകലവും ചപ്പും ചവറും എന്നാണെന്നൊക്കെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞിട്ടാണ്. ഇതൊരു ഐഡിയോളജി അല്ല, ഒരു തിസിസ് സ്ഥാപിക്കുകയല്ല, എക്സ്പീരിയൻസ്. നിങ്ങളോട് പറഞ്ഞു ഇങ്ങനൊരു മാർഗമുണ്ട്, ഇതാണ് ട്രൂ വേ, ഇതാണ് രക്ഷ പ്രാപിക്കുന്ന വഴിയെന്ന്. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതായത് സേവിങ് ഫെയ്ത്തിലായിരിക്കട്ടെ നമ്മുടെ യാത്ര. ഈ കഷ്ടം നമ്മൾ ഒറ്റയ്ക്കല്ല, അവൻ്റെ ഉള്ളകൈ നമ്മളെ വരച്ചിട്ടുണ്ട്. ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് ആമേൻ സ്തോത്രം. തൻ്റെ മേലുള്ള ഡ്യൂട്ടി നിവർത്തിക്കുന്ന സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവൻ നമ്മളിലുണ്ട്. നമുക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തു തരുവാൻ അധികാരമുള്ള നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നാം യാചിക്കുന്ന ചെയ്തൊരു സ്നേഹിക്കുന്ന പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ക്രിസ്തുവിനെയാണ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അവനിൽ ആരെല്ലാം ഉണ്ടോ അവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞത് ഒരു ഫീലിംഗ് കൊണ്ടോ പാപത്തിൻ്റെ കോൺസിക്വൻസ് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചൊന്നും എടുക്കപ്പെടുകയില്ല. ബട്ട് പാപത്തെ ത്യജിച്ച്, പാപത്തിൻ്റെ കോൺസിക്വൻസിനെ പേടിച്ചിട്ടല്ല, എനിക്കിനി പാപം വേണ്ട, എൻ്റെ മേൽ കർത്തൃത്വം നടത്തണ്ട, അതിന് പകരമായി എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം നടത്തി പാപത്തെ നിർവീര്യമാക്കിയ ആ ക്രിസ്തുവിനെ ഉയർത്തെന്നിട്ടവനെ ക്രിസ്തുവിനെ എൻ്റെ കർത്താവ് ഞാൻ സ്വീകരിക്കുന്നു. ഇതിനാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. പലരും യേശുവിനെ മാസ്റ്റർ കൺട്രോളറെന്ന് അക്സെപ്റ്റ് ചെയ്യും, ലോഡെന്ന് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ കർത്താവെന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ്, ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗ്രഹിപ്പിച്ച് തരട്ടെ. ഞാൻ പറഞ്ഞ ആരെയും കോപ്പി ചെയ്യരുത്. നിങ്ങളെ പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യുവാൻ, നിങ്ങളെ ശക്തീകരിപ്പാൻ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഒരു നൽകപ്പെട്ട ശുശ്രൂഷ കൂടിയാണ് ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് ഇനി ആരും എന്നെ ഉപദേശിക്കേണ്ട, എനിക്ക് യൂട്യൂബ് മതി, ഇനി ഉപദേശങ്ങളോ വേണ്ട, പാസ്റ്റർ ഇതൊക്കെ അടച്ചു പൂട്ടിക്കോളാൻ പറയേണ്ട. ഞാൻ ഇപ്പം ലൈവായിട്ട് കേൾക്കുന്നവരോടല്ല പറയുന്നത്, ഇങ്ങനെയും പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ ദീർഘിപ്പിക്കുന്നില്ല. റിപ്പൻറ്റൻസ് എന്താണെന്ന് 2 ഷോർട്ടായിട്ടുള്ള 2 സെൻറ്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ കുട്ടികളുടെ ജനത്തിനായി സ്തോത്രം. ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ജനത്ത് നിനക്ക് പ്രസാദമുള്ളവരെ കർത്താവ് നീ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് മാനസാന്തരം, എന്ത് മാനസാന്തരമല്ലെന്ന് മനസ്സിലാക്കി കർത്താവ് പാപത്തെ ത്യജിച്ച് കളഞ്ഞ്, പാപപ്രവർത്തിയല്ല പാപത്തെ തന്നെ തെറിച്ച് കളഞ്ഞ് അതിനെ നിർവീര്യമാക്കി നിന്റെ ക്രൂശിലെ സ്നേഹത്താൽ നിന്നെ കർത്താവായി സ്വീകരിച്ച് നിന്നോടുകൂടെ ഒന്നായി ചേർന്ന് നിന്നെ വരടിയാക്കിയായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നാമത്തെയാണ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ജലത്തെ പിടിച്ചു കളഞ്ഞുകൊണ്ട് ഭൂമണ്ഡലത്തിൽ ഛേദിച്ചു കളയത്തക്കണം ഉപായം പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ, രാജാക്കന്മാർ, വംശങ്ങൾ, ജാതികൾ നിന്റെ മഹത്വം കാണാടിയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.